ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ അടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇപ്പോൾ 2 മാസത്തിന് മേലെ നമ്മുടെ ഈ ഒരു ചാനലിൽ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 3 ആഴ്ച മുമ്പാണ് ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ഇനി മുതൽ റെഗുലറായിട്ട് ക്രിപ്റ്റോയുടെ ചാനലും അതേപോലെ തന്നെ ഈ ഒരു ചാനലിലും വീഡിയോസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ 3 മാസത്തിന് മേലെ നമ്മളൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായ പോക്കോ X4 Pro 5G എന്ന് പറഞ്ഞ ഫോണാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇത് 6GB + 128GB വേരിയൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം 20,999 രൂപയായിരുന്നു വില. എനിക്ക് 1000 രൂപ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ഡിസ്കൗണ്ടും കിട്ടി. അതുകൂടാതെ ഷോപ്സി വഴിയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ 500 രൂപ എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് വേറെയും ബാങ്ക് വാലറ്റിലേക്ക് വരുന്നതാണ്. ഷോപ്സി എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ വേറൊരു ആപ്ലിക്കേഷനാണ് ഷോപ്സി എന്ന് പറഞ്ഞിട്ട്. അതിന് പർച്ചേസ് ചെയ്യണതിന് നമുക്ക് ക്യാഷ് ബാക്ക് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഷോപ്സിനെ കുറിച്ചുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ പോക്കോ X4 Proയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണ് കണ്ടൻസ് നോക്കി നോക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ബോക്സ്. ഇതിലെ കണ്ടൻസ് നോക്കി കഴിഞ്ഞാൽ മൊബൈൽ, ഒരു TPU സിലിക്കൺ കേസ് ഉണ്ട്, ഒരു 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ, പിന്നെ ഒരു USB Type A to Type C കേബിൾ ഉണ്ട്, പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇതുകൂടാതെ ഒരു സിം ഇജക്ടർ ടൂൾ ഉണ്ട്. ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്നു പോയതാണ്. ഇത് ഫോൺ നോക്കി കഴിഞ്ഞാൽ നല്ല ഗ്ലോസി ഫിനിഷാണ്. ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് പ്രീമിയം ലുക്കാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, ആ ഒരു ലൈറ്റ് റൈസ് പോകണം നിങ്ങൾക്ക് കാണാം. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫിംഗർ പ്രിന്റ് ബാക്കിൽ പതിയുന്നുണ്ട്. ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ സ്ക്വയർ പോപ്പ് ഔട്ട് ഉണ്ട് ബാക്കിൽ. നല്ല രസമുണ്ട് കാണാൻ. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാമറയിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ഫോൺ റൈറ്റ് സൈഡിലുള്ളത് വോളിയം റോക്കേഴ്സും പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിന്റ് സെൻസറാണ്. ടോപ്പിലുള്ളത് ഹെഡ്ഫോൺ ജാക്ക്, ടോപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ്, മൈക്ക്, അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് ബ്ലാസ്റ്റർ, TVയുടെ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും അടിയിൽ ഡൗൺ ഫയർ സ്പീക്കേഴ്സ്, മൈക്ക്, USB പോർട്ട്, പിന്നെ സിം ട്രേ ആണ്. ഡുവൽ സിം ട്രേ ആണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ സിം മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡബിൾ മെമ്മറി സ്ലോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ SD കാർഡ് ഇടാൻ പറ്റും. 2 സിം ഇടാണെങ്കിൽ നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറി സ്ലോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്നത് 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ട് ക്യാമറയിൽ മാക്സിമം ഫുൾ HD 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രയും വൈബ്രൻസ് ഇല്ല ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. നമുക്ക് തന്നെ ബാക്ക് ക്യാമറയിൽ നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ ഫോണിലെ മൈക്കിലെ ഓഡിയോ തന്നെയാണ്. ഇപ്പോൾ ഞാൻ നടന്ന അതേ സ്ഥലം തന്നെ ഒന്നുകൂടി ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ് ബാക്ക് ക്യാമറയിൽ. അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫുട്ടേജാണ് എനിക്ക് ബാക്ക് ക്യാമറയിൽ കിട്ടുന്നത്. ഫുൾ HD 30 FPS ആണ് മാക്സിമം ബാക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇതേ മൊബൈലിലെ മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള ഓഡിയോ ആണ്. നല്ല സ്റ്റെബിലൈസ് ആയിട്ടുള്ള ഫുട്ടേജാണ് കിട്ടുന്നത്. അത്യാവശ്യം വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മാക്രോ വീഡിയോ മോഡിൽ അത്യാവശ്യം നല്ല ഫോക്കസൊക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് ഏകദേശം വൈകിട്ടൊരു 4:30-5 മണിൻ്റെ ഇടയിലാട്ടോ. ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സെറ്റിങ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലോഞ്ചറിൻ്റെ അതൊക്കെ ഡിസ്പ്ലേ എങ്ങനെയാണ് കാണിക്കണമെന്നൊക്കെ മാറ്റിയിട്ട് ഡിഫോൾട്ടായിട്ട് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ സെറ്റിങ്സിൽ അബൌട്ട് ഫോൺ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് തന്നെ 27GB ഒക്യുപ്പൈഡ് ആയിട്ടാണ് വരുന്നത്. ഓൾ സ്പെക്സ് എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ 6GB റാം വേർഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. 128GB വേരിയൻറ്റ്. ഇതിൽ +2 എന്ന് കൂടി നിങ്ങൾക്ക് കാണാം. അതായത് 2GB സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ട് റാം. ഒക്ടോകോർ പ്രൊസറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നുന്നത് ഇതിൽ Android 11 ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ കറൻ്റ് Android 12 റണ്ണിങ് ആണ്. അപ്പോൾ അതുമായിട്ട് ഡിഫോൾട്ടായിട്ട് വരേണ്ടതാണ്. പിന്നെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമുക്ക് റിഫ്രഷ് റേറ്റ് ഇപ്പോൾ കറൻ്റ് 60 ആണ്. 120 Hz വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 120 Hzലേക്ക് ഇട്ടേക്കാണ്. അപ്പോൾ 120 Hz ഇട്ടതിന് ശേഷം അനിമേഷൻ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് എത്രത്തോളം അതിൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതിൽ അനിമേഷൻ്റെ ഒരു രീതി നിങ്ങൾക്ക് മാറുന്നതിലും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത്. കാരണം ലൈവായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ആ 120 Hzൻ്റെയും 60 Hzൻ്റെയും ഡിഫറൻസ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുക. അപ്പോൾ ഞാൻ 60 Hz ഇപ്പോൾ ഇട്ടേക്കുന്നത്. അനിമേഷൻ സ്മൂത്താണ്, പക്ഷേ അത്രയും സ്മൂത്ത് അല്ല. 120 ഇടുമ്പോൾ കുറച്ചുകൂടി സ്മൂത്താണ് റിഫ്രഷ് റേറ്റ്. ഇപ്പോൾ ഞാൻ 120ലേക്ക് തന്നെ മാറ്റാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ഉണ്ട്. ഇപ്പോൾ ഞാൻ പുറത്താണുള്ളത്, എന്നിട്ട് പോലും നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ഉണ്ട്. ഇപ്പോൾ ബ്രൈറ്റ്നസ് ഞാൻ ഫുള്ളിലേക്ക് വെച്ചിട്ടില്ല. ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം ബ്രൈറ്റ് ആണ് സ്ക്രീൻ. ഇത്രയുടെ ആവശ്യമൊന്നുമില്ല. ഞാനത് മാറ്റിയിട്ട്
നോർമലിലേക്ക് ഇടാൻ പോകുന്നത്. ഈ MI UI ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൊന്ന് റെഡ്മിയോ പോക്കോ ഫോൺസ് യൂസ് ചെയ്യണതിൻ്റെ. ഞാനതുകൊണ്ടാണ് ഗൂഗിൾ പിക്സൽ കൂടുതൽ ചൂസ് ചെയ്യാനുള്ള കാരണം. പിക്സലിൽ വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡും കൂടി ആയിരുന്നെങ്കിൽ ഈ ഫോൺ തകർത്തനെ, എൻ്റെ എല്ലാ യൂസിനും കൂടി നടന്നേനെ. Open your eyes. This is Sony 4K. Beyond 4 times the resolution of 1920 by 1080. It will take you to... ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിലത്തെ സ്പീക്കറിൻ്റെ സൗണ്ടാണ്. ഞാൻ കറക്റ്റ് ഒരാളുടെ കയ്യിൽ എത്രയുണ്ടോ ദൂരത്തു നിന്നാണ് വെച്ചേക്കുന്നത്, ആ ദൂരത്തനുസരിച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. നല്ല ലൗഡായിട്ടുള്ള സ്പീക്കറാണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്ന് മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ കുറച്ചുകൂടി വേറെ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ നോക്കട്ടെ, അത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം സ്ക്രീൻ എത്രത്തോളം വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രീനാണെന്ന്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഈ കളേഴ്സ് കാണില്ല, നല്ല പോപ്പിംഗ് കളേഴ്സാണ്. അപ്പോൾ സ്ക്രീനിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ AMOLED സ്ക്രീനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നല്ല കിട്ടിലൻ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതുകൂടാതെ ഇതിൽ വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് OTT പ്ലാറ്റ്ഫോംസിലെ എല്ലാ കണ്ടൻസും ഫുൾ HD കാണാൻ പറ്റും. 2Kയിലും 4Kയിലും വീഡിയോ കണ്ടൻസ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റില്ല, പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് ഇത് എടുത്ത് പറയാനൊന്നുമില്ല, കാരണം ഇത്രയും ചെറിയൊരു ഡിവൈസിൽ ഫുൾ HD റെസൊല്യൂഷൻ തന്നെ ധാരാളമാണ്. ഇതിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് യൂസ് ചെയ്തേക്കുന്നത്. 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ട് ഏറ്റവും ടോപ്പ്. അപ്പോൾ പുറത്ത് യൂസ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി അവൈലബിൾ ആണ്. 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഗെയിംസൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു പ്രോപ്പർ ഗെയിമിംഗ് ഫോൺ അല്ല, കാരണം ഇതിൻ്റെ ചിപ്സെറ്റ് മോഡൽ തന്നെയാണ്. ഗെയിമേഴ്സിന് കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് പോക്കോയുടെ X3 ആയിരിക്കും. ബെറ്റർ ചിപ്സെറ്റ് അതായിരുന്നു ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. ഇതിലുള്ളത് 5000 mAh ബാറ്ററിയാണ്. 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും ഉണ്ട്. ഏകദേശം 31 മിനിറ്റ് കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആവുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്കധികം വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നിഷൻ വളരെ ഫാസ്റ്റാണ്. നമുക്ക് കോൺഫിഗർ ചെയ്യാൻ തന്നെ എനിക്ക് ഏകദേശം 10 സെക്കൻഡ് താഴെ എടുത്തുള്ളൂ. അത്രയും ഫാസ്റ്റായിട്ട് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴേക്ക് തന്നെ. അതുകൂടാതെ ഫേസ് അൺലോക്കും അവൈലബിൾ ആണ്. ബാക്ക് കാണുമ്പോൾ നല്ല പ്രീമിയം ലുക്കാണ്, ഗ്ലോസി ഫിനിഷാണ്. ഇപ്പോൾ നിങ്ങൾ റിഫ്ലക്ഷൻസ് ഒക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ വരുന്നുണ്ട്. ഒറ്റ കുഴപ്പമെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഫിംഗർ പ്രിൻറ്റ്സ് പതിയും. ഇപ്പം ഞാൻ 2 പ്രാവശ്യം തുടച്ചിട്ടാണ് വീണ്ടും ഈ രീതിക്കാകുന്നത്. നമ്മൾ കുറച്ച് നേരം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഫിംഗർ പ്രിൻറ്റ് പതിയുന്നുണ്ട്. അപ്പോൾ ഈ പോക്കോ X4 Pro എന്ന് പറഞ്ഞ മോഡൽ ഞാൻ ഒരിക്കലും ഗെയിമേഴ്സിന് റെക്കമെൻഡ് ചെയ്യില്ല. ഗെയിമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ പ്രീവിയസ് മോഡലായ പോക്കോ X3 തന്നെയായിരിക്കും. മെയിൻ കാരണം ഇതിൻ്റെ ചിപ്സെറ്റ് തന്നെയായിരുന്നു. ഇതിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 695 ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കോമൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഇപ്പോൾ ലോങ് ബാറ്ററി ബാക്കപ്പ് വേണം, വലിയ ഡിസ്പ്ലേ വേണം, ഒരുപാട് സമയം നിങ്ങൾ മൾട്ടിമീഡിയ കണ്ടൻസ് വാച്ച് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഈ ഫോണായിരിക്കും. 20,000 റേഞ്ചിൽ താഴെ AMOLED ഡിസ്പ്ലേ, 120 Hz, 5000 mAh ബാറ്ററി, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5G തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയ ഒരു ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ ഈ ഒരു പോക്കോ X4 Proനെ പറയാം. എൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് എൻ്റെ രണ്ടാം ചാനൽ ക്രിപ്റ്റോ കറൻസി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് എൻ്റെ മെയിൻ ഗൂഗിൾ പിക്സലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എൻ്റെ ബാറ്ററി ബാക്കപ്പ് വല്ലാണ്ട് കാണുന്നു. ഒരു ദിവസം തികച്ച് എനിക്ക് അതിൽ കിട്ടുന്നില്ല. ഇപ്പോൾ കാരണം അത്രയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻസ് മുഴുവൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പുതിയ ഫോൺ എടുത്തത്. എൻ്റെ ബഡ്ജറ്റ് 20,000 ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്തത് തന്നെ. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ ഇതിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ളതുകൊണ്ട് എൻ്റെ കാര്യം നടക്കും. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, 67 വാട്ട്സ്. അപ്പോൾ ചാർജിങ്ങിൻ്റെയും ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം എനിക്ക് അധികം വെറി ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം റൺ ചെയ്യും. 6GB റാം ഉണ്ട്, 128GB റോമും ഉണ്ട്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ആയിട്ട് ബന്ധപ്പെട്ട സകലമായ ആപ്ലിക്കേഷൻ ഞാൻ ഇതിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ പിക്സൽ ഫ്രീ ആയി, ബാറ്ററി ബാക്കിൻ്റെ ഇഷ്യൂസൊക്കെ അപ്പോൾ അതിൽ സോർട്ടഡ് ഔട്ടായി. പിന്നെ ട്രേഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. വലിയ ഡിസ്പ്ലേ ഉണ്ട്, അപ്പോൾ ചാർട്ട് നോക്കാൻ എല്ലാ കാര്യങ്ങൾക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ഫോൺ ചൂസ് ചെയ്തത്. ഞാനൊരു ഗെയിമർ അല്ല. ഞാൻ വല്ലപ്പോഴും വലിയ ഗെയിംസ് കളിച്ചാലേ, അത് തീരെ കളിക്കാറൊന്നുമില്ല. ഞാൻ കൂടുതലും യൂട്യൂബിലൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫോൺ ചൂസ് ചെയ്തത്. പിന്നെ എനിക്ക് ഈ ഇങ്ങനത്തെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഫോൺസ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ജിയോനി E-Life E6 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. അത് കറക്റ്റായിരുന്നു. അതിങ്ങനെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. ആ രീതിയിലത്തെ ഒരു ബിൽഡായിരുന്നു. ആ ഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏകദേശം 2 വർഷത്തിന് മേലെ ഞാനത് യൂസ് ചെയ്തു. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്, ജിയോനി E-Life E6 എന്ന് പറഞ്ഞുള്ള ആ മോഡൽ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ യൂസ് ഇതായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ 20,000 രൂപ താഴെ AMOLED ഡിസ്പ്ലേ തരുന്നുണ്ട്, 120 Hz ഉണ്ട്, പിന്നെ 5000 mAh ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഫോണാണ്. ഗെയിമേഴ്സിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഗെയിമേഴ്സിന് ഇതിലും ബെറ്റർ ഫോൺസ് ആ റേഞ്ചിലുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇത് കാണാൻ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. ഇതിന് ബാക്കൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു നോർമൽ യൂസ് ആണ്, നിങ്ങൾ അത്യാവശ്യം പ്രീമിയം ലുക്കുള്ള ഫോണാണ്
നോക്കുന്നതെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോക്കോ X4 Pro ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ ഇതുകൂടാതെ ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ കറന്റ് HDFC ബാങ്കിൻ്റെ എന്തോ ഓഫർ ഉണ്ട്. അതുകൂടാതെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ 1000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അതുകൂടാതെ ഷോപ്സി ആപ്പ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കുന്നതിന് 500 രൂപ വീണ്ടും ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്നതാണ്. ഷോപ്സി ആപ്പിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.